ഈശോയിൽ സ്നേഹമുള്ളവരെ, ലോകത്തിലെ തന്നെ വലിയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ് ഭാരതം. ഭാരതത്തെ അതിൻ്റെ ജനാധിപത്യത്തിൽ നിലനിർത്തുന്നത് അതിബൃഹത്തും സുന്ദരവുമായ അതിൻ്റെ ഭരണഘടനയാണ്. എന്നാൽ ഈ ഭരണഘടനയ്ക്കെതിരായി പ്രവർത്തിക്കുന്ന പല സംഘടനകളും പാർട്ടികളും നമ്മുടെ ഭാരതത്തിൽ ഉയർന്നു വരുന്ന കാഴ്ചയാണ് അടുത്തിടെ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്കിടയിൽ ക്രൈസ്തവർക്കെതിരെ തന്നെ 4316 കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നതുകൊണ്ട് തന്നെ ഭാരതത്തിലെ ഭരണഘടന വിവക്ഷിക്കുന്ന മതസ്വാതന്ത്ര്യത്തെയും വിശ്വാസത്തിൽ പ്രഘോഷിക്കുവാനുള്ള ആ കടമയെയും ഏറ്റവുമായ രീതിയിൽ തകർക്കപ്പെടുന്നു എന്നതിൻ്റെ സൂചകമാണ്. പ്രിയപ്പെട്ടവരെ, അടുത്തിടെയാണല്ലോ നമ്മുടെ ഛത്തീസ്ഗഡിൽ 2 സഹോദരിമാർ, സിസ്റ്റർ വന്ദനയും സിസ്റ്റർ പ്രീതി മേരിയും മനുഷ്യക്കടത്തിൻ്റെയും മതപരിവർത്തനത്തിൻ്റെയും പേരിൽ അറസ്റ്റ് ചെയ്യുകയുണ്ടായത്. ഇവരുടെ അറസ്റ്റ് കഴിഞ്ഞ് മതപരിവർത്തനത്തിൻ്റേതും അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്തിൻ്റേതുമായ യാതൊരു അപരാധങ്ങളും അവർ കണ്ടെത്താൻ സാധിക്കായകയാൽ മറ്റു പല കാരണങ്ങളും പറഞ്ഞുകൊണ്ട് അവരെ ജയിലിൽ ആഴ്ചകളായി സൂക്ഷിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടുവരുന്നത്. തീർച്ചയാണ് ക്രൈസ്തവരെ ഭയപ്പെടുത്തിക്കൊണ്ടും അതോടൊപ്പം തന്നെ അറസ്റ്റിലാക്കിക്കൊണ്ടും ജയിലിലടച്ചുകൊണ്ടും ഭയപ്പെടുത്താം എന്ന് കരുതിയാൽ തീർച്ചയായും അത് തെറ്റാണ്. അത്തരത്തിലുള്ള ഭയപ്പാടുകൾക്ക് മുന്നിൽ ഞങ്ങൾ പതറുകയില്ല എന്ന് ഞങ്ങൾ പ്രഖ്യാപിക്കുകയാണ്. എന്നാൽ ഈ സംഭവം അതിനേക്കാളും ഉപരിയായിട്ട് മനസ്സിന് നൽകുന്ന വേദനയും മനസ്സിലുയരുന്ന പ്രതിഷേധത്തിനും കാരണം ഇത് ഭാരതീയൻ എന്ന പേരിലുള്ള എൻ്റെ ആത്മാഭിമാനത്തെ വളരെയധികം ധ്വംസിക്കുന്ന കാര്യമാണ്. ഈ അറസ്റ്റ് സ്ത്രീത്വത്തിൻ്റെ മഹനീയതയ്ക്കെതിരായിട്ടുള്ള പ്രവർത്തനമാണ്. ഈ അറസ്റ്റ് ഭാരതത്തിൻ്റെ നിയമസംഹിതയ്ക്ക് എതിരായിട്ടും അതിൻ്റെ മൂല്യങ്ങൾക്കും എതിരായിട്ടുള്ള ഒരു വലിയ തെറ്റായ പ്രവൃത്തിയാണ്. അതുകൊണ്ട് തീർച്ചയാണ് ഏവരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ തിന്മയ്ക്കെതിരായിട്ട്, ഭാരതത്തിൻ്റെ മൂല്യങ്ങൾക്കെതിരായിട്ട്, ഭാരതത്തിൻ്റെ നിയമസംഹിതകൾക്കെതിരായിട്ടുള്ള ഈ പ്രവർത്തനത്തെ പ്രതിഷേധിക്കുകയും അതിൻ്റെ എതിർപ്പ് ഉച്ചത്തിൽ പ്രകടിപ്പിക്കുകയും ചെയ്യേണ്ടുന്നത് ഓരോ ഭാരതീയൻ്റെയും കടമയാണ്. ഈ ഭാരതീയൻ്റെ രക്തത്തിലൂടെ കടന്നു പോകേണ്ടുന്ന സ്ത്രീകളോടുള്ള ആദരവും അതോടൊപ്പം തന്നെ മാനുഷികവും ദൈവികവുമായ മൂല്യങ്ങളോടുമുള്ള ആ വലിയ ബഹുമാനവും തീർച്ചയായും ധ്വംസിക്കപ്പെടുമ്പോൾ വെറുതെ ഇരിക്കാനായിട്ട് ഒരു മനുഷ്യനും സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഈ വലിയ മനുഷ്യധ്വംസന പ്രവർത്തനത്തിന്, ഈ നിയമസംഹിതയ്ക്കെതിരായിട്ടുള്ള അനാദരവിനെതിരെ നമുക്കൊരുമിച്ച് സ്വരമുയർത്താം. എത്രയും വേഗത്തിൽ നമ്മുടെ ബഹുമാനപ്പെട്ട 2 സിസ്റ്റേഴ്സിനെയും ഗവൺമെൻറ് ഇടപെട്ടുകൊണ്ട് അവരെ ജയിലിൽ നിന്ന് വിമുക്തമാക്കണമെന്നും അതോടൊപ്പം തന്നെ തുടർന്നും അവർക്ക് സ്വാതന്ത്ര്യത്തോടുകൂടെ പ്രവർത്തിക്കുവാനുള്ള എല്ലാ ഒത്താശയും ഗവൺമെൻറ് ഭാഗത്തിന് ചെയ്യണമെന്നും ഇത്തരത്തിൽ മനുഷ്യമഹത്വത്തെ ധ്വംസിക്കുന്ന, സ്ത്രീകളെ ധ്വംസിക്കുന്ന സംഘടനകളെ നിരോധിക്കുവാനുള്ള സന്നദ്ധത ഗവൺമെൻറ് ഭാഗത്തുണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വലിയ തിന്മയുടെ പ്രവർത്തനങ്ങൾക്ക് വരാപ്പുഴ അതിരൂപതയുടെ എല്ലാവിധ പ്രതിഷേധവും അതോടൊപ്പം തന്നെ മനസ്സുകളുടെ നൊമ്പരവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു.